ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിനെ ഉപേക്ഷിച്ചിട്ട് എന്നേക്കുമായി പടിയിറങ്ങുകയാണ് കേട്ടോ. എന്നാൽ മനസ്സുകൊണ്ട് വേദയ്ക്ക് വിക്രമിനെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങാൻ കഴിയില്ല. അത്രത്തോളം താൻ വിക്രമിനോട് അടുത്തു പോയിട്ടുണ്ട്. താലിയുടെ മഹത്വം കൊണ്ട് മാത്രമല്ല താൻ വിക്രമിൻ്റെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ വിക്രമിനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ വിക്രമിന് ഒരിക്കലും വേദയുടെ ജീവിതം നശിച്ചു പോവുകയുള്ളൂ. തൻ്റെ കൂടെ കൂടിയാൽ വേദ ഇങ്ങനെ ജീവിക്കേണ്ടവളല്ല. വേദ ഒരുപാട് ഉയരങ്ങളിലെത്തേണ്ടവളാണ്. ഒരിക്കലും ഒരു ഗുണ്ടയായി എൻ്റെ കൂടെ ജീവിക്കേണ്ടവളല്ല എന്ന് തന്നെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് നമ്മുടെ വിക്രമാണെങ്കിൽ ശങ്കരനാരായണനെ ഒരാൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് വിക്രമിനെ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ വേദ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വേദ ഇങ്ങനെ വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറയുമ്പോൾ വിക്രം ലാസ്റ്റ് സമ്മതിക്കുന്നുണ്ട്. ശരി, ഞാനൊരു എഗ്രിമെൻ്റ് ചെയ്യാണ്. നിൻ്റെ അച്ഛനെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ ജീവന് വേണ്ടിയിട്ട് വേദയുടെ താലിയൊക്കെ മാറ്റിവെച്ചിട്ട് വിക്രമിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാവുകയാണ്. ആ എപ്പിസോഡാണ് നമുക്കിന്ന് കാണുന്നത്. അപ്പോൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വേദയാണെങ്കിൽ ആ മാഷിൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയാണ്. വേദയുടെ മനസ്സിങ്ങനെ ചങ്കിങ്ങനെ പൊട്ടുകയാണ് കേട്ടോ. വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എല്ലാവരോടുമായിട്ട് യാത്ര പറയുകയാണ്. കമലാമ്മയാണെങ്കിൽ പൊട്ടിക്കരയാണ്. ശ്രീജയാണെങ്കിൽ കമലാമ്മേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ എന്തായാലും കരയാണ്ടിരിക്കുക. എന്തായാലും വിക്രം എന്നല്ലെങ്കിൽ നാളെ വേദയെ കൂട്ടിയിട്ട് തിരിച്ചു വരും. ആ വിശ്വാസം എനിക്കുണ്ട്. കാരണം വിക്രമിന് വേണ്ടി ജനിച്ചവളാണ് വേദ. ഒരിക്കലും അവൾ ഇവിടെ നിന്ന് പോകേണ്ടി വരില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീജ പറയുന്നുണ്ടെങ്കിലും കമലാമ്മ പറയുന്നുണ്ട്, അല്ല ശ്രീജ, ഇത് വിക്രം കരുതിക്കൂട്ടി തീരുമാനിച്ചത് തന്നെയാണ്. എന്തായാലും വേദയെ പോലെ ഒരു പെൺകുട്ടീനെ ഈ വീട് അർഹിക്കുന്നില്ലായിരിക്കാം. എന്തായാലും ഈശ്വര നിശ്ചയമായിരിക്കും. എന്നാലും എനിക്ക് വേദമോളില്ലാത്ത ഈ വീടിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മയാണെങ്കിൽ ഇങ്ങനെ കരയുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ മാഷാണെങ്കിൽ ഭയങ്കര ധൈര്യത്തോടു കൂടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും മാഷിൻ്റെയും ചങ്ക് പിടയുന്നുണ്ട്. കാരണം വേദ വന്നതിൽ പിന്നെയാണ് ഈ വീട്ടിൽ ഒരു സന്തോഷം വന്നതും എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്നതും ഏറെ കാലങ്ങളായി മാഷിൻ്റെ വിഷമം ഒക്കെ മാറ്റിയെടുത്തതും നമ്മുടെ വേദയാണ്. എന്നാൽ വേദയെ പിടിച്ചു നിർത്തുവാനും മാഷിനാവുന്നില്ല കേട്ടോ. കാരണം വിക്രമിൻ്റെ സ്വഭാവം ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയാവുമെന്ന് നമ്മുടെ മാഷിനും തീരുമാനമായിട്ടില്ല. തന്നെയല്ല, വിക്രം ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആർക്കൊന്നും പറയാനും ഇല്ല. വേദ അങ്ങനെ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് വേദ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം വേദയാണെങ്കിൽ വിക്രമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വിക്രം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇത്രയും നാളത്തെ ഗുണ്ടാപ്പണിയിൽ ആർക്കൊക്കെയാണ് നിങ്ങൾ കാരണം നഷ്ടങ്ങൾ ഉണ്ടാക്കിയത്? എന്തായാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കരച്ചിലിൻ്റെ ഇടയ്ക്ക് വിക്രമിനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെ സങ്കടത്തിന് വില നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇത്രയും കാലം നിങ്ങൾ കാരണമാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നും താമസിച്ചെന്നും. എന്നാൽ അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. അത് ആ തീരുമാനം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല തക്കതായ ഒരു കാരണമുണ്ടെന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ ഇങ്ങനെ പുച്ഛത്തോടു കൂടി പറയുന്നുണ്ട്, താലിയായിരിക്കും. ഇനിയിപ്പോൾ അതില്ലല്ലോ, ആ താലിയുടെ അവകാശം പറഞ്ഞിട്ട് നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, അല്ല വിക്രം, നിങ്ങൾക്ക് വിലയില്ലാത്തതും എനിക്ക് വിലയുള്ളതുമായ ഒരു കാര്യമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, വിക്രം അത് നിങ്ങളുടെ ജീവനാണ് വിക്രം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ വിക്രമാണെങ്കിൽ ഒരു പുച്ഛത്തോടു കൂടി താലിയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വേദ കണ്ണീരോടുകൂടി വിക്രമിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവാണ്. അങ്ങനെ വേദയാണെങ്കിൽ ശ്രീജയുടെ അടുത്ത് എന്നിട്ടും പറയുന്നുണ്ട്, ശ്രീജേട്ടത്തി, ഈ വീട്ടിൽ വന്ന അന്ന് നാൾ തൊട്ട് എൻ്റെ ഒരു ഏട്ടത്തിയുടെ സ്ഥാനത്ത് തന്നെയാണ് ശ്രീജേച്ചി നിന്നിട്ടുള്ളത്. ഈ വീട്ടിൽ എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഏറ്റവും കരുത്തായ സ്നേഹവും ശ്രീജേച്ചിയുടേതാണ്. ഒരിക്കലും ഞാൻ മറക്കില്ല. ശ്രീജേച്ചിയും വിശ്വേട്ടന് ജോലിക്കൊക്കെ പോയിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രീജയാണെങ്കിൽ ഇങ്ങനെ വേദയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. മോളെ, നീ എന്തായി പറയുന്നത്? ഞാൻ കാരണം മോളുടെ ജീവിതം കൂടി
പോവുകയാണോ എന്നൊക്കെ പറയാണ് കേട്ടോ. ശ്രീജേച്ചി എല്ലാം ശരിയാവും, സമാധാനമായിട്ടിരിക്കുമെന്ന് പറയാണ്. അങ്ങനെ നന്ദിനിയുടെ അടുത്ത് എന്നിട്ടും വേദ പറയുന്നുണ്ട്, നന്ദിനിയേട്ടത്തി എന്തായാലും നന്ദിനിയേട്ടത്തിയുടെ കുശുമ്പും ആ വർത്തമാനങ്ങളും ഒക്കെ ഞാൻ എപ്പോഴും നല്ലൊരു ഏട്ടത്തിയുടെ സ്ഥാനത്ത് നിന്നിട്ട് ആസ്വദിച്ചിട്ടേ ഉള്ളൂ. ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നൊക്കെ നന്ദിനിയോടും പറയുന്നുണ്ട്. എന്നാൽ നന്ദിനിയാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ പുച്ഛത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദ ഇങ്ങനെ പടിയിറങ്ങുന്ന സമയത്ത് വിനായകനാണെങ്കിൽ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. വേദയുടെ ബാഗ് പിടിച്ചിട്ട് വിനയൻ പറയുന്നുണ്ട്, അതെ വേദ ഞാൻ വണ്ടി വിളിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ വിനായകനാണെങ്കിൽ വേദയുടെ ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറാൻ പോകുന്ന അവസാന നിമിഷവും വിക്രം തന്നെ തിരിച്ച് വിളിക്കും ജീവിതത്തിലേക്കെന്നുള്ള ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ വേദ നെഞ്ചു പിടയുന്ന വേദനയോടുകൂടി ആ പടി ഇറങ്ങുന്നത്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് വിക്രമിനോടായിട്ട് പറയുന്നുണ്ട്, വിക്രം എനിക്ക് നിന്നെ മാത്രമേ ഈ ജീവിതത്തിൽ സ്നേഹിക്കാൻ കഴിയുള്ളൂ. എൻ്റെ സ്നേഹത്തിൻ്റെ വില എന്ന് നീ മനസ്സിലാക്കുന്നു അന്ന് നീ എന്നെ വിളിച്ച ആ വിളിക്കായിട്ട് ഞാൻ കാത്തിരിക്കും, നിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നാൾ നീ മാറും, നീ എന്നെ സ്നേഹിക്കുമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത്. ഇനിയിപ്പോൾ അതിനർത്ഥമില്ല. എന്ന് നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കി എന്നെ വന്ന് വിളിക്കുന്നോ അന്ന് ഞാൻ തിരിച്ചു വരും. എന്തായാലും ഈ താലി മാത്രം ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാൽ വേദ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വിക്രമിൻ്റെ ചങ്ക് പിടയാണ്. എന്നാലും വിക്രമാണെങ്കിൽ അതൊന്നും പുറത്തു കാണിക്കാതെ ഭയങ്കര ഗൗരവത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ കമലാമ്മയാണെങ്കിലും വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം ഒരു നോക്കിയിട്ട് വേദയെ തിരിച്ചു വിളിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി അങ്ങനെ വേദ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് വേദ ഇങ്ങനെ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേദയെ ആദ്യമായി വിക്രം താലി കെട്ടിയ നമ്മുടെ ക്ഷേത്രമുണ്ടല്ലോ, ആ ക്ഷേത്രത്തിൻ്റെ നടയിൽ ചെന്നിട്ട് ഓട്ടോ നിർത്തുന്നുണ്ട്. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേദയാണെങ്കിൽ അവിടേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ ഓരോ നട കയറുമ്പോഴും നമ്മുടെ വേദയുടെ മനസ്സിൽ വിക്രം ആദ്യമായിട്ട് വന്ന് കഴുത്തിൽ ബലമായി താലി കെട്ടുന്നതും ആ പൂജിക്കാൻ വെച്ചിരുന്ന ദേവിയുടെ മുമ്പിലെ ആ താലി തൻ്റെ കഴുത്തിൽ അണിഞ്ഞതും താൻ വീട്ടിലേക്ക് കയറി ചെന്ന ആ നിമിഷം ആ രാത്രിയിൽ മഴ നനഞ്ഞു നിന്നതും അങ്ങനെ വിക്രമിനെ ഒരുപാട് മാറ്റാൻ ശ്രമിക്കുന്നതും വിക്രമുമായിട്ടുള്ള ചെറിയ തമാശകളും കുസൃതികളും ഒക്കെ നമ്മുടെ വേദയുടെ മനസ്സിലിങ്ങനെ ഓടി മറിയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ ദേവിയുടെ മുമ്പിൽ ചെന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ദേവി, നീ തന്നെയാണ് വിക്രമിനെ എന്നിലേക്ക് അയച്ചത്. 7 ജന്മത്തിലേക്കും ഉള്ള ഭർത്താവായിട്ട് നീ തന്നെ തിരഞ്ഞെടുത്തതാണ്. പിന്നെ എന്താണ് എനിക്ക് സംഭവിച്ചത്? എന്തായാലും നിന്റെ നിയോഗ നിമിത്തം ഞാൻ ആ വീട്ടിൽ പോയി. എന്നാൽ എനിക്ക് വിക്രമിൻ്റെ സ്നേഹം മാത്രം പിടിച്ചു പറ്റാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ എന്തെന്നറിയില്ല, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ താലി മാത്രമാണ് എൻ്റെ കൂടെയുള്ളത്. വിക്രമിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പടിയിറക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇനി എന്താ സംഭവിക്കുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും നീ മാത്രം എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ് വേദ. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നിറകണ്ണുകളോടുകൂടിയാണ് കേട്ടോ വേദ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ വേദ വീണ്ടും ആ സന്നിധിയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന താലിയാണിത്. ഞാൻ എല്ലാം ഉപേക്ഷിച്ച നിലയ്ക്ക് ഈ സന്നിധിയിൽ തന്നെ ഈ താലിമാല ഇവിടെ ഞാൻ ഊരി വയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ താലിമാല ഇങ്ങനെ ഊരാൻ പോകുന്ന സമയത്ത് നിക്കുകുട്ടി അരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമിജി അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വേദയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. എന്താ കുട്ടി കാണിക്കുന്നത്? ഒരിക്കലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടല്ലാതെ ഒരിക്കലും ഈ താലി അറുത്തു മാറ്റാൻ കഴിയില്ല. കാരണം ഇത് ഈ ദേവിയുടെ കഴുത്തിൽ കിടന്ന മാലയല്ലേ. എന്തായാലും ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ അഴിച്ചു മാറ്റല്ലേ, ഊരരുത് കുട്ടി, അരുതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇല്ല സ്വാമിജി, എൻ്റെ ജീവിതത്തിൽ എത്രയോ വിഷമങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ താലിമാലയായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോലും കയറി ചെല്ലാൻ പറ്റില്ല. വിക്രമിന്, എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, പിന്നെന്തിനാണ് ഈ താലിന്ന് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ പറയില്ലേ മോളുടെ ജീവിതത്തിൽ ഇനിയും അത്ഭുതങ്ങൾ നടക്കാനിരിക്കുന്നു. ദേവി എന്തൊക്കെയോ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും ആ താലിമാല ദേവിയുടേതാണ്, അത് കഴുത്തിൽ നിന്ന് ഊരി മാറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ സ്വാമി പറയുന്ന സമയത്ത് വേദ വീണ്ടും ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ.
പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ റൂമിൽ ഇങ്ങനെ പോയിട്ട് മുറി അടച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നാൽ വേദ പടിയിറങ്ങുന്നതോടുകൂടി നമ്മുടെ വിക്രമിന് ആകെ വിഷമമാവുകയാണ്. അങ്ങനെ വിക്രമിൻ്റെ മനസ്സിലും വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം തെങ്ങി നിറയുകയാണ് കേട്ടോ. അവൾ എൻ്റെ ജീവിതത്തിൽ വന്നേ പിന്നെ വന്നിട്ടുള്ള മാറ്റങ്ങളും അമ്മയുടെ സന്തോഷവും അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു നോട്ടവും ഒക്കെ കിട്ടിയത് വേദ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. എന്നാൽ എനിക്കൊരിക്കലും അവൾ അർഹതപ്പെട്ടതല്ല. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്നിങ്ങനെ സ്വയം മനസ്സുകൊണ്ട് തിരുത്തുന്നുണ്ടെങ്കിലും നമ്മുടെ വേദയെ മറക്കാനായിട്ട് നമ്മുടെ വിക്രമിന് സാധിക്കുന്നില്ല. അവൾ എൻ്റേതാണ്, എൻ്റെ മാത്രമാണ്, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ പതുക്കെ പതുക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ശ്രീജയാണെങ്കിൽ നല്ല കരച്ചിലാണ്. അപ്പോൾ കമലാമ്മ അങ്ങോട്ടേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീജ ഇത്? ഞാൻ പോലും ഇത്രയും ഒരു സങ്കടം ഉണ്ടായിട്ടും മനസ്സിലടക്കി വെച്ചിട്ടല്ലേ നടക്കുന്നത്. പിന്നെ നീ ഇങ്ങനെ തുടങ്ങിയ ഈ വീട്ടിൽ പിന്നെ ആരാ ഇച്ചിരി ധൈര്യം തരികയെന്നിങ്ങനെ പറയുന്ന സമയത്ത് ശ്രീജ പറയുന്നുണ്ട്, അല്ലമ്മേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് വേദ വന്നതിന് ശേഷമാണ്. എൻ്റെ വിശ്വേട്ടനൊരു ജോലി കിട്ടി, എൻ്റെ അപ്പമോളെ എൻ്റെ കൂടെ നിർത്തി പഠിപ്പിക്കാൻ സാധിച്ചു. ഇതൊക്കെ വേദ കാരണമാണ്. എന്നിട്ടും വേദയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടിയില്ലല്ലോ അമ്മേ. പിന്നെ വിശ്വേട്ടൻ ജയിലിലാണ്. ആ കേസിൽ നിന്ന് ഊരണമെങ്കിൽ പോലും വേദ എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് പോലും വേദയുടെ ജീവിതമാണ് നശ്യതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയാ തീർക്കുന്നതെന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയാണ്, ശ്രീജെ, നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചിട്ട് വിഷമിക്കണ്ട. ദേ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും, നീ മോളുടെ അടുത്തേക്ക് ചെല്ല് എന്നിങ്ങനെ പറയുക കേട്ടോ. ഇത് കേട്ടിട്ട് നന്ദിനിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഏട്ടത്തിക്ക് എന്താ, അവൾ വന്നതിൽ പിന്നെ ഈ വീടിന് നാശം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവളിപ്പോൾ പോയി, പിന്നെ എല്ലാവരും സന്തോഷിക്കുകയല്ലേ വേണ്ടത്. വിക്രമിനെ നമുക്ക് രാധയുമായിട്ട് വിവാഹം കഴിപ്പിച്ച് കഴിയുമ്പോഴേ എല്ലാവരുടെയും സങ്കടങ്ങളൊക്കെ അങ്ങ് മാറും. രാധ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ അടിമുടി മാറ്റങ്ങളായിരിക്കും എന്നിങ്ങനെ പറയുക കേട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മയൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നന്ദിനിയെ നോക്കുന്നുണ്ട്. എന്നാൽ വിനായകനാണ് പെട്ടെന്ന് വന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട്, നന്ദിനി, നീ ആവശ്യമില്ലാതെ വാ തുറക്കണ്ട, ഈ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പിന്നീടായിട്ടാണെങ്കിൽ ഒരു ശ്രീനിവാസ സാറിൻ്റെ ഒരു കേസിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വിക്രമിന് ദർശനുമായിട്ട് കണ്ടുമുട്ടേണ്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദർശനെ കാണുമ്പോൾ വിക്രമിന് പെട്ടെന്ന് ദർശനെ ഇങ്ങനെ നോക്കാൻ തന്നെ കഴിയുന്നില്ല. കാരണം വേദയുടെ വീട്ടിലാണല്ലോ. അങ്ങനെ ദർശൻ്റെ അടുത്ത് ചെന്നിട്ട്, എന്തൊക്കെയുണ്ട് സർ വിശേഷം, നിങ്ങളുടെ വിവാഹമൊക്കെ എന്നത്തേക്കിനായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട്, വിവാഹമോ? എന്താ, ആരും ഉദ്ദേശിച്ചിട്ടാ വിക്രം ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ, അതെ വേദ, അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയല്ലോ. അവൾ ഇനി ആ താലിയുടെ പേരും പറഞ്ഞിട്ട് നിങ്ങളെ ഇനി മറന്നിരിക്കില്ല. എന്തായാലും നിങ്ങളാണ് ചേരേണ്ടത്. വേദ നല്ല കുട്ടിയാണ്. എന്തായാലും സാറിന് ഭാഗ്യം ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് വേദയെപ്പോലൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ കാത്തിരിക്കുന്നത്. ഒരിക്കലും ആ കാത്തിരിപ്പ് വിഫലമായില്ലല്ലോ. എന്തായാലും ദർശൻ സാറും വേദയും കൂടിയിട്ടുള്ള സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്കും കാണണമെന്നിങ്ങനെ വിക്രം പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ ദർശൻ പറയുന്നുണ്ട്, വിക്രം, നിങ്ങൾ വേദയെ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ആ വേദയെ ഒരുപാട് മനസ്സിലാക്കി. എത്രത്തോളം സ്നേഹിച്ചോ അത്രത്തോളം തന്നെ വേദയെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നതേ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ബന്ധമാണ്. അല്ലാതെ എടുത്തു പിടിച്ചിട്ട് പോയി ചാടിക്കയറുന്നതോ അല്ല ഒരു വിവാഹം എന്ന് പറയുന്നത്. വേദയ്ക്ക് ഒരിക്കലും എന്നെ ആ സ്ഥാനത്തേക്ക് കാണാൻ കഴിയില്ലെന്ന് തന്നെ ഞാൻ എപ്പോഴേ മനസ്സിലാക്കിയിരുന്നു. വേദയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്. പക്ഷേ നിങ്ങൾക്ക് വേദയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വേദയുടെ സ്നേഹവും വേദ അത്രയ്ക്ക് ജെന്യുവിനാണ്. അതുപോലുള്ള ഒരു കുട്ടിയെ കിട്ടാൻ നിങ്ങൾ ഭാഗ്യം ചെയ്തില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്നതോടുകൂടി നമ്മുടെ വിക്രമിന് ആകെ ഇങ്ങനെ ടെൻഷനാവുകയാണ്. പെട്ടെന്ന് തന്നെ, സാർ, ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്നും പറയണ്ട, നിങ്ങൾക്ക് എന്നായാലും വേദയുടെ സ്നേഹം മനസ്സിലാവും. അതുവരെ വേദ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ദർശൻ കേസിൻ്റെ കാര്യത്തിനായിട്ട് കയറി പോവാണ് കേട്ടോ. ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ ആകെ തളർന്നു പോവുകയാണ്. വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭയങ്കരമായിട്ട് വിക്രമിനെ അലട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർക്ക്ഷോപ്പിൽ പോയിരുന്നിട്ടാണെങ്കിലും ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, നീ ആഗ്രഹിച്ചതുപോലെ ആ വേതാളം നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയില്ലേ?
പിന്നെന്താ നീ ഇപ്പോൾ ഹാപ്പി അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. എന്നാൽ വിക്രമാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നില്ല. കാരണം വേദിയുടെ ഓരോ കളിച്ചിരിയും തമാശയും വേദിയുടെ ഓരോ അർത്ഥവത്തായ വാക്കുകളും ഒക്കെയാണ് നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറയുന്നത്. അപ്പോഴേക്കും രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം നീ ഇവിടെയെങ്ങോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താ രാജേട്ടാ, ഞാൻ ഇവിടെ തന്നെയുണ്ടല്ലോ, എന്താ പറഞ്ഞു? ആ മനസ്സിലായി. ഇപ്പോൾ ആ കുട്ടി നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ നിനക്ക് ആ കുട്ടിയുടെ വില മനസ്സിലാവുന്നുണ്ടല്ലേ? എന്തായാലും ആ കുട്ടി എന്ത് നല്ല കുട്ടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിന് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മതി, നിർത്തൊന്ന്. എല്ലാവർക്കും കൂടി ഇത്രയും നാൾ പറഞ്ഞതൊന്നും പോരെ? അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടും അവളെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്കൊക്കെ സംസാരിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രമാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സമയം വേദയാണെങ്കിൽ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് ആരോടും സംസാരിക്കുന്നുമില്ല, ഭക്ഷണം പോലും സമയത്ത് കഴിക്കുന്നില്ല. വേദയാണെങ്കിൽ വിക്രമിനെക്കുറിച്ചും ആ വീട്ടിലുള്ളവരെക്കുറിച്ചും മാത്രമായിരിക്കും കേട്ടോ ചിന്ത. അങ്ങനെ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് വേദ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. എന്താ മുത്തശ്ശി ഇത്? ഉമാ മഹേശ്വരിയുടെ തീരുമാനമാണ്, 7 ജന്മത്തിലേക്കുള്ള താലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു ജന്മത്തിൽ പോലും വിക്രമിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. മുത്തശ്ശിക്ക് എന്തു പറയണമെന്ന് അറിയില്ല കേട്ടോ. മോളെ, നീ ഭക്ഷണമൊക്കെ കഴിക്ക്. വിക്രം എന്തായാലും ഒരു ദിവസം നിന്നെ മനസ്സിലാക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വേദയാണെങ്കിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ശ്രീകാന്തൊക്കെ വന്നിട്ട് വർഷയും ശ്രീകാന്തും കൂടി അടുത്ത് വേദയ്ക്ക് മറ്റൊരു വിവാഹത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശങ്കരനാരായണനോടും പറയുന്നുണ്ട്, അച്ഛാ ഇനിയിപ്പോൾ വേദ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. അച്ഛൻ എന്തായാലും വേദയുമായിട്ട് സംസാരിച്ച് വേദയ്ക്ക് മറ്റൊരു വിവാഹം നോക്കണമെന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വേദയുടെ അടുത്ത് എന്നിട്ട് ശങ്കരനാരായണനും പറയുന്നുണ്ട്, മോളെ ഇത്രയും നാൾ മോളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടു. ഇനിയിപ്പോൾ മോളെ ഈ സങ്കട കടലിലേക്ക് തള്ളിയിടാൻ ഈ അച്ഛനാവില്ല. ഇനിയിപ്പോൾ ഞാനൊരു പയ്യനെ തീരുമാനിക്കും. മോള് ആ വിവാഹത്തിന് സമ്മതിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഒരു വേദ ഒരിക്കലും സമ്മതിക്കില്ല. വിക്രമാണ് എൻ്റെ ഭർത്താവ്. ഈ ജന്മത്തിലെന്നല്ല 7 ജന്മത്തിലും വിക്രം തന്നെയാണ് എൻ്റെ ഭർത്താവെന്ന് തീർത്ത് പറയുന്നുണ്ടെങ്കിലും ശങ്കരനാരായണനാണെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ ചത്തുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് നമ്മുടെ വേദയെ ഇങ്ങനെ അവിടെ നിർത്തുന്നത്. അങ്ങനെ ഈ സമയം വിക്രമിനാണെങ്കിൽ ഊണും ഇല്ല ഉറക്കവും ഇല്ലാതെ തന്നെയാണ് ആ വീട്ടിലുള്ളത്. ഇതൊക്കെ നമ്മുടെ കമലാമ്മയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലാമ്മ ശ്രീജയോടായിട്ട് പറയുന്നുണ്ട്, മോളെ എന്തായാലും ശ്രീജെ, എന്തായാലും ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഞാനൊരു തീരുമാനം എടുത്താൽ അതവന് തട്ടിക്കളയാൻ പറ്റില്ല. വേദയെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്നല്ലേ അവൻ പറഞ്ഞത്. എന്തായാലും ഞാൻ രാധയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ രാധയുമായിട്ട് വിക്രമിനെ വിവാഹം നടത്തണം. വിക്രം ഇപ്പോൾ ഒരുപാട് വിഷമത്തിലാണ്. ഈ അവസ്ഥയിൽ അവൻ ഇങ്ങനെ നടക്കുന്നത് കാണാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉറച്ച തീരുമാനമെടുത്ത മട്ടിലാണ് നമ്മുടെ രാധയുമായിട്ട് വിവാഹം ഉറപ്പിക്കാനായിട്ട് കമലാമ്മ ഒരുങ്ങുന്നുണ്ട്. ഇത് കേൾക്കുന്ന നന്ദിനിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രീജ പറയുന്നുണ്ട്, അമ്മേ വിക്രമിനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് നീ ഇനി ഒന്നും പറയണ്ട. അവൻ്റെ ഇഷ്ടത്തിനല്ലേ ഇത്രയും നാൾ ജീവിച്ചത്. ഇനി എൻ്റെ ഈ ഇഷ്ടം അവൻ തള്ളിക്കളയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമലാമ്മയാണെങ്കിൽ അടുത്ത തീരുമാനത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.